അതായത് ഇനി ഈ ചോദ്യം എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്നോ നിലനിന്നോ നിങ്ങൾ കായികപരമായും ഓൾഡ് ഫ്രണ്ട്സുമായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഇല്ലേ, കാർത്തിക് സൂര്യ ഫ്രണ്ട്സിന്റെ ഇഷ്യൂ എന്താണ്, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാൻ പറ്റുന്നത് കുറെ. എനിക്ക് എവിടെ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻസ് എനിക്ക് സൂപ്പർ ബൈക്ക് മേടിച്ചിരുന്നു. ഈ ചാനല് 100K ആവണേന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട് നമുക്ക്. സമയത്ത് ഐഫോണിന്റെ ഏത് മോഡലാണുള്ളത് അതിന്റെ ഒരു വേരിയന്റ് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ടും തരും. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ചിന്തിച്ചു റീതിങ്ക് ചെയ്യണോന്ന് ചിന്തിച്ച ടൈമിൽ എന്റെ ക്ലോസ് ഫ്രണ്ട്സിനായിട്ട് അറിയാം. ഈവൻ കാർത്തികാണെങ്കിലും നിർബലാണെങ്കിലും എല്ലാരും വിചാരിച്ചു നമ്മള് കല്യാണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ നമ്മളെക്കാട്ടിലും ടെൻഷൻ നമ്മളെ അടുത്തറിയണ ബാക്കിയുള്ളവർക്ക് ഇവര് കല്യാണം കഴിച്ച്. സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ഞാൻ കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ണന്റെ ക്യാരക്ടർ എനിക്ക് എക്സ്പെക്ടേഷൻ ഒത്ത് വരാതാകുമ്പോ ഞാൻ റിയാക്ട് ചെയ്യും. You guys fooled നാരായണൻ കുട്ടി nicely. Hello guys, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു yet another episode of Kapi Comedy. അപ്പോ ഇന്നത്തെ വീഡിയോസ് ഒരു Q&A വീഡിയോ ആണ്. ഞങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഉത്തരം പറയണം തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. ഇനിയുള്ള Q&A നിങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചോദിച്ചോളൂ. വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്ത് നമ്മൾ അടുത്ത Q&A ആഡ് ചെയ്തായിരിക്കും. ഓക്കെ, ഫാദർഹുഡിന്റെ ഫീലിംഗ്സ് എങ്ങനെയുണ്ട്? ഡു യു ഫീൽ മോർ റെസ്പോൺസിബിൾ ഇൻ ലൈഫ് ദാൻ ഫാദർഹുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്. കാരണം ഒരു മറ്റേ രാവിലെ എഴുന്നേക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ നമുക്ക് ആരെന്ത് കാണിച്ചാലും നമുക്ക് എഴുന്നേക്കാം, നമുക്ക് എഴുന്നേക്കാൻ തോന്നുന്നു. ഇതങ്ങനെയല്ല. ഒന്ന് വീഡിയോ പറയുമ്പോഴത്തേക്ക് എമർജൻസി എന്നറിയിച്ചുകൊണ്ട് നമ്മൾ ആടിങ്ങനെ എഴുന്നേക്കാം, കുഞ്ഞിനെ എടുക്കുക, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുക, അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്ത് അവന് വേണ്ടി ചെയ്ത് കൊടുത്ത് അവൻ ചിരിച്ചു കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിച്ചതാണെന്ന് മനസ്സിലാക്കുക. അതായത് മറ്റൊരു വേൾഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കറന്റ് റൈറ്റ് നൗ. മറ്റൊരു ലോകം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ലൈഫിലേക്ക് പുതിയ ഒരാൾ വന്നിട്ട് നമ്മളെ പണ്ട് നമ്മുടെ വീട്ടുകാർ എങ്ങനെ കൊണ്ടുവന്നു എന്നതൊക്കെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതോട് എക്സ്പ്ലെയിൻ എനിക്ക് അറിയത്തില്ല ഗൈസ്. അതൊരു വല്ലാത്തൊരു ഫീലാണ് ഗൈസ്. അത് ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആയിരിക്കും, ഓരോ രീതിയിലായിരിക്കും. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് എനിക്ക് ഒരു സെക്കൻഡ് പോലും എനിക്ക് തോന്നിയിട്ടില്ല എന്താ ഇത്, അല്ലെങ്കിൽ ടയേർഡ്, വയ്യ, മടുത്തു, അങ്ങനെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചിലവര് പറഞ്ഞോ. എനിക്ക് തോന്നിയിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് മിക്ക വീടുകളിലും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കുറെ 95% അല്ലെങ്കിൽ 99% ഞാൻ കണ്ടിട്ടുള്ളത് അമ്മമാര് കൊച്ചിനെ നോക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ എല്ലായിടത്തും കാണുന്നത്. അച്ഛന്മാര് പോകുന്നു, ജോലിക്ക് പോകുന്നു, ഏൺ ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നു. അമ്മമാര് കുട്ടിയെ നോക്കുന്നു. ഇപ്പൊ അമ്മമാര് ജോബ് ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് കുട്ടിയെ നോക്കുന്ന റോള് മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത് അമ്മയാണ്. പക്ഷെ ഇവിടെ ലൈക്ക് ഞാൻ പറയുമ്പോ ബാക്കിയുള്ളവർ ഇനി അത് ഏത് രീതിക്കാണെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ രണ്ടുപേരും ഈക്വലി ആണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരിൽ ഒരാൾ പോലും ഒരു 0.1% മുമ്പിൽ നിന്ന് നോക്കുന്നില്ല നമ്മുടെ രണ്ടുപേരില്. അല്ലാണ്ട് ഇപ്പൊ വീട്ടിലെ അമ്മയും അച്ഛൻ എല്ലാരും കൂടി നോക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളെ രണ്ടുപേരും എടുത്ത് നോക്കുമ്പോ പോലും രണ്ടുപേരിലും ഒരാൾ ഇപ്പൊ ഞാൻ ഒരു 0.1% കൂടുതൽ കൊച്ചിനെ നോക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും ഈക്വലി ആണ് വാവയെ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വാവയുടെ എല്ലാ കാര്യവും ഒരു അമ്മ എന്നുള്ള രീതിക്ക് പോലും കണ്ണൻ ഫുള്ളായിട്ട് ലൈക്ക് ഫീഡിങ് ചെയ്യലൊഴിച്ചിട്ട് ബാക്കി എല്ലാം കണ്ണൻ നോക്കും. ലൈക്ക് രാവിലെ ആണെങ്കിൽ പോലും ഇപ്പൊ കണ്ണൻ പറഞ്ഞല്ലോ ചാടി എണീക്കും. ചിലപ്പോ ആ സമയത്ത് എനിക്ക് എണീക്കേണ്ടി വരാറില്ല, ഞാൻ കിടന്നുറങ്ങും. ഇവനായിരിക്കും കൊച്ചിന്റെ എടുത്തോണ്ട് പോകുന്നത്. അവൻ പാല് കുടിക്കാൻ വേണ്ടി കരഞ്ഞാൽ മാത്രമാണ് ഇവൻ എന്നെ വിളിച്ച് എണീപ്പിച്ച് പാല് കൊടുക്കുക എന്ന് പറയാം. അല്ലെങ്കിൽ അവൻ എടുത്തോണ്ട് നടക്കും, അവൻ കൊണ്ട് നടക്കും, ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങാറ പറ്റും. എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ഈ ലൈക്ക് മദർഹുഡ് എങ്ങനെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യനകത്ത് ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇതിന്റെ കൂടെ ഞാൻ പറയാം, ലൈക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇന്നത്തെ ഒരു ടൈമിൽ അത് ഭയങ്കരമായിട്ട് അല്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. എൻ്റെ അടുത്ത് എല്ലാവരും കാണുന്ന എല്ലാവരും ചോദിക്കും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഞാൻ ആര് ചോദിച്ചാലും ഞാൻ പക്ഷെ അതിനുള്ളൊരു ഉത്തരം എൻ്റെ തന്നെ ഉണ്ട്. കാരണം എനിക്ക് ആ ഒരു ഡിപ്രഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല കൊച്ചിനെ നോക്കാൻ വേണ്ടി. സംഭവം ബേസിക്കലി ഇത്രേ ഉള്ളൂ ഗൈസ്. അതായത് കുഞ്ഞ് ക്യാരിങ് ആയ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ആക്ച്വലി അതായത് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ടീവ് ആയിട്ട് നിന്നിട്ടുള്ളൂ. അത് ഞങ്ങൾ വീഡിയോക്ക് വേണ്ടി പറയുന്നത് അങ്ങനെ നിന്നിട്ടുള്ളൂ. ആദ്യം ഡേ 1 മുതൽ ഇന്ന് വരെ
കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ ദിവസങ്ങളിൽ രാത്രി കരയുന്ന സമയത്താണ് പോലും ഞാൻ അവരുടെ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞത്. പാല് 2 hours കൊടുക്കണമെന്ന് പറയുന്നതൊക്കെ കുറച്ചൊരു മിത്ത് പോലെ. അതായത് നമ്മുടെ ഡോക്ടറിനെ പറഞ്ഞ ആദ്യത്തെ 1 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ലൈക്ക് നിങ്ങൾ 3 hours ഇന്റർവൽ ഇടുക, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ 4 hours ആക്കോ 5 hours ആക്കോ. കാരണം കുട്ടിക്ക് ബോഡി വെയിറ്റ് കൊണ്ടുവന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ഉറക്കത്തിന് ഒരിക്കലും പിള്ളേരെ വിളിച്ചുണർത്തി കൊടുക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്നത് ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞു കൊടുത്തോ ആ ഒരു കാര്യമാണ് ഇവൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഈ 2 hours പാല് കൊടുക്കണ്ട, അല്ലെങ്കിൽ കുട്ടിക്ക് ആവശ്യമുള്ള ടൈമിൽ കൊടുത്താൽ മതി എന്ന് പറയുന്നത് തന്നെ അമ്മമാർക്ക് ഒരു സ്ട്രെസ് കുറയണം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറഞ്ഞാൽ കൊച്ചിന് പാല് കൊടുക്കാൻ മാത്രം അമ്മ എണീറ്റാൽ മതി, അതല്ലാതെ കുട്ടിയുടെ ഒരു കാര്യവും അമ്മ നോക്കരുത്. പക്ഷെ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന്റെ എല്ലാ കാര്യവും അമ്മ തന്നെ ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതാ. അപ്പൊ ഈവൻ കറക്റ്റ് ആയിട്ട് ഡോക്ടർ എന്താണോ ഇൻസ്ട്രക്ഷൻ കൊടുത്തത് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു, എന്റെ മൈൻഡ് ഫ്രീ ആയിരുന്നു, എനിക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഭാവിക്ക് ഒരു 3 months ആയപ്പോ ഞാൻ ഷോപ്പില് നമ്മള് ഒരു 6 months 7 months എനിക്ക് C-section കൂടി സിസേറിയൻ കൂടി ആയിരുന്നു. അപ്പൊ നമ്മള് കുറെ മാസമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഇപ്പോഴേ എന്റെ ബിസിനസ് പഴയ പോലെ നല്ലതായിട്ട് എനിക്ക് റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ഡേ ടൈം ആയിരിക്കും ജോബ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഡേ ടൈം മാക്സിമം നീ നോക്കേണ്ടി വരും, നൈറ്റ് ഫുള്ള് ഞാൻ നോക്കിക്കോളാം. അതായിരുന്നു ബേസിക് ഫസ്റ്റ് കോൺസെപ്റ്റ്. നമ്മളിപ്പോ എന്റെ വീട്ടിലായതുകൊണ്ട് എല്ലാരും ഉണ്ട് നോക്കാൻ വേണ്ടിട്ട്, അമ്മയുണ്ട് അച്ഛനുണ്ട് എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും കൂടി നമ്മൾക്ക് നോക്കുമ്പോ നമുക്ക് രണ്ടുപേർക്കും അതൊരു ഇന്നേ വരെ നമുക്ക് ഇത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അടുത്തതായി നിറവേറ്റണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം ദീപിയുടെ പറഞ്ഞു. വീട് എന്ന് പറയുമ്പോ തോന്നുന്നു നമുക്കിപ്പോ വീടില്ല. സത്യം, ഒരു വീട് ഇതുവരെ ഇല്ലാത്ത ഒരാളെ പോലെ പറയുന്നത് അങ്ങനെയല്ല, നമ്മുടെ സ്വന്തം ആഗ്രഹം വീടാണ് റൺ ചെയ്ത് ഒരു വീട് വെക്കണം. അച്ഛനമ്മ ഉണ്ടാക്കിയതല്ലേ, അതുപോലെ നമ്മളും. എനിക്ക് ട്രിവാൻഡ്രത്ത് വീടുണ്ട്. പിപിയുടെ ആഗ്രഹ പ്രകാരം പിപിക്ക് സ്വന്തം വീട് വെക്കണമെന്നാണ്. അത് പിപിയുടെ സ്വന്തം ആഗ്രഹം ആയതുകൊണ്ട് ഞാൻ സപ്പോർട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു വീടെന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് പോലെ എനിക്ക് തോന്നാറ്. അത് പറഞ്ഞോട്ടെ, ആവശ്യമില്ലാത്ത കുറച്ച് ഡെപ്റ്റ് എടുത്ത് വെക്കുന്ന പരിപാടിയാണ് ഒരു 1.5 കോടി രൂപ. എന്റെ ആഗ്രഹം ആക്ച്വലി ആഗ്രഹമാണ്, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഞാൻ ലൈഫില് എന്ത് 2004 മുതലുള്ള എന്റെ ആഗ്രഹമാണ്. എന്റെ ചൈൽഡ് ഫ്രണ്ട്സിന് ഇപ്പോൾ അറിയാം, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സൂപ്പർ ബൈക്ക്. അത് ഇന്നോവേറ്റീവ് ആഗ്രഹം തന്നെയാണ്. കാരണം എനിക്ക് വേണേ അത് അതായത് ഒരു സെക്കൻഡ് ആണ്, അത് ഫ്രഷ് എന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് പറയുന്നില്ല. ഒരു സെക്കൻഡ് ആണ്, ഒരു 10 lakhs താഴെ വരുന്നത് ഒരു സൂപ്പർ ബൈക്ക്. എപ്പോ വേണോ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതേ എമൗണ്ട് തന്നെ കിട്ടും. വലിയ ഡിപ്രിസിയേഷൻ വരാത്തൊരു സാധനമാണ് സൂപ്പർ ബൈക്സിന്. പ്രീമിയം കാസ് അങ്ങനെ സിഗ്നൽ അറിയാം, വണ്ടിയെ പറ്റിയൊക്കെ അറിയുന്നവർക്ക് അറിയാം. വിന്റേജ് വണ്ടികളൊക്കെ ആണെങ്കിൽ പോലും പണ്ട് 2000 രൂപ വെച്ച വണ്ടിയൊക്കെ ഇന്ന് 2 ലക്ഷത്തിന് കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. SD ഒക്കെ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. അങ്ങനെ RD ചിന്തിച്ചറിയാം എന്റെ ആഗ്രഹം. അത് പക്ഷേ ഞാൻ അങ്ങനെ പറയാം. ഇപ്പോൾ പക്ഷെ PP എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ 100K ആയി കഴിയുന്നതിന്റെ ഉടനെ PP എനിക്ക് സൂപ്പർ ബൈക്ക് മേടിച്ചിരുന്നു പറയുന്നത്. ഈ ചാനൽ 100K ആവണേന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട് നമുക്ക്. എന്റെ ആഗ്രഹം ആ സെലിബ്രേഷന് ഞാൻ കണ്ണഞ്ഞേട്ടന് സൂപ്പർ ബൈക്ക് മേടിച്ചു. അന്ന് ഞാൻ നിങ്ങൾക്ക് ആ സമയത്ത് ഐഫോണിന്റെ ഏത് മോഡലാണുള്ളത് അതിന്റെ ഒരു വേരിയന്റ് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ടും തരും. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഈ ചാനൽ 100K ആക്കുക. നമുക്ക് നോക്കാം. ഐഫോൺ ഫോർ യു ഗൈസ്. ഉറപ്പ്, എന്റെ ഉറപ്പ്. സീരിയസ് ആയിട്ട് എനിക്ക് സൂപ്പർ ബൈക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പ്. ഞാൻ എന്റെ PC കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾ വാങ്ങിച്ചിരിക്കും. 100K കമോൺ ഗൈസ്. ഇപ്പൊ 23K ആയിട്ടുണ്ട്. ഈ വീഡിയോ 25K ആണ് കേട്ടോ മിനിമം. നമുക്ക് എല്ലാവരും സബ്സ്ക്രൈബ്. ഗെയിമിങ്ങിൽ അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആയിരുന്നു ലൈഫ്? ഗെയിമിംഗ് അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന വേറെ എന്തെങ്കിലും കാര്യം ചെയ്ത് മുന്നോട്ട് വരാം. ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യാൻ തോന്നുന്നില്ല.
പെർഫ്യൂം ബ്രാൻഡ് ഏതാ? സത്യമായിട്ടും അമ്മയുടെ റൂമിൽ അച്ഛൻ്റെ അവൻ ഏത് പെർഫ്യൂം അടിക്കണെന്ന് അവന് പോലും അറിയില്ല. ചുമ്മാ ഞാൻ അപ്പുറത്തെ റൂമിൽ ഡേവിഡ് ബെക്കാമിന്റെ ഇരിപ്പുണ്ടായിരുന്നു, അച്ഛൻ്റെ റൂമിൽ അതെടുത്തടിക്കും, ചേട്ടൻ റൂമിൽ ഇപ്പൊ അഡിഡാസ് ചേട്ടൻ വന്നപ്പോ ഇതൊക്കെ കൊണ്ടുവന്നു. ഇവനൊരു ബ്രാൻഡ് കോൺഷ്യസ് അല്ല അങ്ങനെ ഒന്നിനോടും അങ്ങനെ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇപ്പൊ ഡ്രസ് ആണെങ്കിലും ഷൂ ആണെങ്കിലും ഒന്നും അവന് ഇഷ്ടപ്പെടണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഫുൾഫിൽമെന്റ് നടക്കണം. അതൊരു സാധനം നമ്മൾ മേടിച്ചാൽ നമ്മുടെ ആവശ്യം നടക്കുമെങ്കിൽ അത് മതി. ഇപ്പൊ ഷൂസ് ആണെങ്കിൽ പോലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും 10,000-20,000 എടുത്തിട്ട് ഷൂസ് ഒറിജിനൽ മേടിക്കുമ്പോൾ ഞാൻ പോയിട്ട് റെപ്ലിക്ക, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റെപ്ലിക്ക എടുക്കുക. ഒരു 1,200-1,000 രൂപ കാര്യം തീരുന്നു. ഒറിജിനലിന്റെ കൂടെ യൂസും ചെയ്യും. അതാണ് ലൈക് യൂസ് ആൻഡ് ത്രോ അല്ല, ഇവനത് എത്ര നാള് വേണമെങ്കിലും ഇവനത് നശിക്കണ വരെ ഇവനത് യൂസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ കാണുന്നതാണ് എന്റെ ഹെഡ്സെറ്റ് JBLന്റെ കോണ്ടം 600. ഇത് ഫ്രഷിന്റെ വില 12,000 എന്തോ ആണ്. ഇത് ഒടിഞ്ഞിട്ട് പോലും ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഇല്ലാത്തല്ല, വേറെ മൈക്കന്നെ ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്റെ കാര്യത്തിലോട്ട് വരുമ്പോ നേരെ തിരിച്ചാണ്. എനിക്ക് എല്ലാ സാധനവും നല്ല സാധനം മേടിക്കണം, ബ്രാൻഡഡ് മേടിക്കണം. ഞാനും പക്ഷെ ബ്രാൻഡ് കോൺഷ്യസ് അല്ല. എനിക്കൊരു സാധനം അങ്ങനെ ബ്രാൻഡഡ് വേണമെന്നില്ല. ഞാനും ഇതുപോലെ തന്നെ. എനിക്ക് എന്റെ 100 രൂപ ആണെങ്കിലും 50 രൂപ ആണെങ്കിലും എനിക്ക് നല്ല സാധനം എനിക്ക് ഇഷ്ടപ്പെടുന്ന. ശിവൻ നേരെ തിരിച്ചാ. എന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല സാധനം വേണം, ക്വാളിറ്റി ഉള്ളത് വേണം. 300 രൂപ തകരപ്പറമ്പ് ചുമല്ല എന്താണ് ബ്രോഡ്വേ 300 രൂപ ബ്രോഡ്വേ. ഒറിജിനലിന്റെ വില 30,000-40,000 ഒക്കെ ആയിരിക്കും. പക്ഷെ കണ്ട ആ സാമാനം ഓക്കെ. കണ്ണഞ്ചേട്ടൻ ട്രിവാൻഡ്രത്തിൽ കുറെ ക്വസ്റ്റ്യൻ. കണ്ണഞ്ചേട്ടൻ ട്രിവാൻഡ്രല്ലേ, പിന്നെ എറണാകുളത്ത് കുറെ നാളായി സ്റ്റേ ചെയ്യാൻ കാരണം ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, അങ്ങനെ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അറിയാൻ വേണ്ടിട്ട് ലൈക്ക് എറണാകുളത്ത് നിൽക്കുന്ന അതല്ലാണ്ട് നമുക്ക് വേറെ രീതിക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ വേറെ ഒരു ടോണിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഭാര്യ വീട്ടിൽ നിൽക്കുന്നത് എന്തുകൊണ്ട്, സ്വന്തം വീട്ടിൽ നിൽക്കാത്തത് എന്താണ്, പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിക്ക് കുത്തിച്ചോദിക്കലും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചോദ്യം എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്നോ നിലനിന്നോ നിങ്ങൾ കായികപരമായും ഞങ്ങള് കൈകാര്യം ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറെ വർഷമായിട്ട് കൊച്ചിയിലാണ്. അതായത് ഞാൻ ഗെയിമിംഗ് ഫീൽഡിലായിട്ട് ഞാൻ PPA കാണുന്നത് പോലും കൊച്ചി വന്നതിന് ശേഷമാണ്. അപ്പൊ ഞാൻ കൊച്ചിയിലാണ് സെറ്റിൽഡ് അല്ല, കൊച്ചിയിലെ വന്നതാണ്. അതിനുശേഷം പിന്നെ സെറ്റിലായി. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ PPക്ക് ബൊട്ടീക്കുണ്ട്, അത് കൊച്ചിയിലാണ്. പിന്നെ ഞങ്ങൾ ആക്ച്വലി എനിക്ക് ട്രിവാൻഡ്രത്തായിട്ട് കുറച്ചുകൂടി എന്റെ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി ഉത്തരവാദിത്തം നിൽക്കുന്നത് കൊച്ചിയാണ്. അവിടെ ട്രിവാൻഡ്രം ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഗൈസ് നിങ്ങൾ വിചാരിക്കുന്ന ഭയങ്കര ഫ്രണ്ട്സ് ഒക്കെ ആളാണ്. ഞാൻ മടിയനായിരിക്കും അവിടെ പോകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കൊച്ചിനെ ഫിഗർ ഔട്ട് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല മൊത്തത്തിലൊരു എന്താ പറയാ പണ്ടത്തെ ആൾക്കാരുടെ ഒരു കോൺസെപ്റ്റ്, അതായത് അതുമാത്രമല്ല പിന്നെ വേറെയുണ്ട്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവാണ് നോക്കാൻ, എന്താ ഭാര്യ വീട്ടിലെ കാര്യമാണ് നോക്കേണ്ടത്. അതൊക്കെ പൊളിച്ചെടുക്കണ സമയം കഴിഞ്ഞു. നമുക്കിപ്പോ നമ്മുടെ ജോലിപരമായിട്ടും അല്ലെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തായാലും കൊച്ചി തന്നെ നമുക്ക് സ്റ്റേ ചെയ്യണം. കണ്ണന്റെ വർക്കിനാണെങ്കിലും എന്റെ വർക്കിനാണെങ്കിലും കൊച്ചി തന്നെ സ്റ്റേ ചെയ്യണം. പിന്നെ നമ്മൾ വെറുതെ ഒരു പേയ്മെന്റ് കൊടുത്തൊരു വീട് നോക്കി വില്ല നോക്കി മാറി കല്യാണം കഴിഞ്ഞ ദിവസം നമ്മള് ഇവിടെ നിന്നിട്ടില്ല, ഇവിടെ ഒന്ന് ജെല്ലായിട്ട് പ്ലാൻ ചെയ്യലാണ്. നോക്കി മാറാൻ ഡീപ് ക്ലീനിന്റെ ആൾക്കാര് വന്ന് ക്ലീനിങ് തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ആ വീട്ടിലേക്ക് സെപ്പറേറ്റ് ട്രാൻസ്ഫോമർ ഇല്ലാത്തതുകൊണ്ട് അവിടെ വോൾട്ടേജ് ഇഷ്യൂ ഉണ്ട്. അവിടെയുള്ള ആൾക്കാരെല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് എന്തോ സെറ്റപ്പ് ചെയ്തിട്ടാണ് അവിടെ താമസിക്കുന്നതെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് ആ പ്ലാൻ ഡ്രോപ്പ് ആക്കി. പിന്നെ ഗ്രാജുവലി ഞങ്ങൾ ഇവഞ്ച്വലി ഇവിടെ ഞാൻ പ്രഗ്നന്റ് ആയപ്പോ ഒബ്വിയസ്ലി എനിക്ക് ഒറ്റയ്ക്ക് ഒരു നിൽക്കുന്നവരുണ്ടാകാം. പക്ഷെ എനിക്ക് എന്റെ വർക്കും കാര്യങ്ങളും എല്ലാം കൂടി കൊണ്ട് എനിക്ക് മോർ കംഫർട്ടബിൾ എന്റെ അമ്മയുടെ അടുത്ത്. കണ്ണന്റെ അമ്മയാണെങ്കിലും അവിടെ ഇപ്പോഴും അമ്മ ഇവിടെ ഉണ്ട്, അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളവിടെ പോയി നിൽക്കും, അമ്മ ഇവിടെ വന്ന് നിൽക്കും. അമ്മയ്ക്ക് നമ്മളെ കാണാൻ തോന്നുമ്പോ അമ്മ ഇവിടെ വന്ന് നിൽക്കും. അവിടെ പോയി നിന്നാലും അമ്മ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. സ്റ്റാഫ് നഴ്സായിട്ട് പോകുന്നുണ്ടായിരുന്നു, സൂപ്പറായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കണ്ണന്റെ അമ്മയ്ക്കാണെങ്കിലും ഏറ്റവും
സേഫ് ആയിട്ട് തോന്നിയത് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നത്. കാരണം അമ്മയ്ക്ക് പേടിയില്ലാതെ നിർത്താൻ അമ്മ എപ്പോഴും പറയുമായിരുന്നു ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിക്ക്. അമ്മയ്ക്കും അതാണ് ഇഷ്ടം. അമ്മയാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെയൊന്നും ഞങ്ങളിലേക്ക് തരുന്ന ഒരാളല്ല. നമ്മുടെ ലൈഫായിട്ട് വിടുന്ന ഒരു അമ്മയാണ്. അതുകൊണ്ട് എന്റെ വീട്ടിലും കണ്ണൻചേട്ടന്റെ വീട്ടിലും ഫാമിലി നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് നമുക്ക് ഇതൊരു ഇഷ്യൂ അല്ല. ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഇട്ടൊക്കെയാണ് അതിൽ ഒരുമിച്ച് ഉത്തരം പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഒരുപാട് നേരം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ഇതെനിക്ക് സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ഞാൻ കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ: യു ഗൈസ് ഫൂൾഡ് നാരായണൻ കുട്ടി നൈസ്ലി. വാട്ട് വിൽ യുവർ റെസ്പോൺസ് ബി ടു ദ സെയിം സിറ്റുവേഷൻ ഇൻ ഫ്യൂച്ചർ? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, ബ്ലോഗിൽ അവൻ ഉൾപ്പെടുത്താത്തതും അവൻ ഉൾപ്പെടുത്താൻ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണത്. കാരണം കുട്ടി വന്ന് കല്യാണം പറഞ്ഞ അന്ന് ഡേറ്റ് അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടാ 8-ാം തീയതി അന്ന് പിയുടെ ഓൺ കസിന്റെ കല്യാണമാണ്, അത് മൂവാറ്റുപുഴ വെച്ചിട്ടാണ്. ഞങ്ങൾ രാവിലെ വെളുപ്പാങ്കാലത്ത് പോകണം, ചിലപ്പോൾ തലേദിവസം തന്നെ പോകും. ഞങ്ങൾക്ക് കല്യാണം എന്തായാലും വരാൻ പറ്റില്ല, റിസപ്ഷനെ കാര്യം ഉറപ്പില്ല. കാരണം കുഞ്ഞ് 5 മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മള് ഒരുപാട് മണിക്കൂർ ട്രാവൽ ചെയ്യുന്ന ബുദ്ധിമുട്ട്. കാരണം 1.5 മണിക്കൂർ ട്രാവൽ എന്നല്ല, ഒറ്റ ദിവസം തന്നെ നമ്മള് എറണാകുളത്തിന്റെ ഒറ്റ ദിവസം 1.5 മണിക്കൂർ മൂവാറ്റുപുഴ തിരിച്ച് 1.5 മണിക്കൂർ വീട്ടിലേക്ക്, പിന്നെ ഇവിടെ നിന്ന് ഒരു 1.5 അപ്പം 3, 5, 7 മണിക്കൂർ വണ്ടിയിൽ കുഞ്ഞിനെ നമ്മൾ ട്രാവൽ ചെയ്യിക്കുമ്പോൾ രാവിലെ തൊട്ട് അറിയുമ്പോൾ അത് കുഞ്ഞിന്. അത് മാത്രമല്ല, ഇത്രയും ക്രൗഡിന്റെ ഇടയിലേക്കാണ് നമ്മൾ ആദ്യം ഒരു കല്യാണം, അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് പിന്നെ ഒരു റിസപ്ഷൻ. അപ്പോഴാണ് നാരായണൻകുട്ടി പറഞ്ഞത് റിസപ്ഷന് വരാൻ പറഞ്ഞത്. പക്ഷെ രാത്രി പിന്നെ നമ്മൾ കുഞ്ഞിനെ കൊണ്ടൊരു ബേസിക്കലി അത്രേ ഉള്ളൂ. അപ്പൊ എത്രയാണ് സംഭവം, എത്രയേ ഉള്ളൂ. അതായത് ഞങ്ങൾ അവനോട് കാര്യം എപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവനോട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ ശേഷം വൈഫുമായിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വിരുന്ന് പോലെ വരണം, ഞങ്ങൾ പറയാം, നീ എന്നാണോ നിങ്ങളുടെ ബന്ധുക്കളുടെ ഒക്കെ തിരക്ക് കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആണ് അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലാണെങ്കിലോ അല്ലെങ്കിൽ പുറത്തോട്ട് വെച്ചോ നമുക്ക് കൂടാം, കാണാമെന്ന് നല്ല സന്തോഷമായിട്ട് പറഞ്ഞു പോയ സ്ഥലത്ത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കിയപ്പോ അവൻ നിന്നെ ചതിച്ചില്ലേ, അവൻ വന്നില്ല, നീ പൊക്കിക്കൊണ്ട്. മെയിൻ ആയിട്ട് കാർത്തിക് ചേട്ടൻ പോയില്ല. അത് ഓരോരുത്തരുടെ ഫിസിക്കൽ കണ്ടീഷൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് അറിയില്ല. അതൊന്നും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുന്ന ആളെ മാത്രമേ നിങ്ങൾ അപ്പൊ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് വാട്ട് വിൽ ബി യുവർ റെസ്പോൺസ് ബി ടു ദ സെയിം സിറ്റുവേഷൻ ഫ്യൂച്ചർ? ഫ്യൂച്ചറിലല്ല, പാസ്റ്റിൽ എനിക്ക് സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്റെ കല്യാണത്തിന് ഞാൻ പ്രതീക്ഷ പലർക്കും എത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി വേറെ 10-20 പേരെ വിളിച്ചെങ്കിൽ അതിലാകെ ഒരു 3-4 പേർക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ. എത്തിയവരിൽ തന്നെ ചിലർക്ക് ഹെൽത്ത് കണ്ടീഷൻ കാരണം കല്യാണം കൂടാൻ പറ്റില്ല. ഞാൻ സീരിയസ്ലി പറയുവാണെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക, നമ്മളെ ഗെയിമിംഗ് TXA ഗെയിമിംഗ്, അവൻ ആക്ച്വലി ഗുരുവായൂർ വന്നിട്ട് വയറ് വയ്യാതെയായി. ബാബു ആക്ച്വലി വന്ന് അവനെ വൈഫൊക്കെ ആയിട്ട് വയറ് വയ്യാണ്ട് ഫുഡ് പോയ്സൺ അടിച്ചു. ഗുരുവായൂർ ഉണ്ടായിട്ട് ഓഡിറ്റോറിയം വരെ പറ്റാത്ത ഇതില് അത്ര വയ്യാണ്ടായിട്ട് തിരിച്ചു പോയിന്ന ആൾക്കാരുണ്ട്. സിറ്റുവേഷൻ മനസ്സിലാക്കുക. അല്ല ആ സമയത്ത് ഞാൻ ഗുരുവായൂർ വന്നിട്ടാണ് എന്റെ അവിടെ കേറാതെ പോയി എന്നല്ല പറയേണ്ടത്. നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു 15 മിനിറ്റ് വീഡിയോക്കകത്തുള്ള സംഭവങ്ങൾ മാത്രമായിരിക്കത്തില്ല പുറത്ത് നടക്കുന്ന ഒരുപാട് കാര്യം കാണുമായിരിക്കും. സോ ഈവൻ നിങ്ങൾ എന്റെ കല്യാണം നോക്കിയത്, എന്റെ കല്യാണത്തിന് അന്ന് എത്താൻ പറ്റാത്ത പലരും ഉണ്ട്. ഞാൻ അതിനൊക്കെ ബ്ലെയിം മാത്രം ചെയ്ത് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതാരും കാണത്തില്ല. കാരണം ഒന്നാമത്തെ വേണ്ട, എനിക്ക് കോൺട്രവേഴ്സീസ് താല്പര്യമില്ല. ചേച്ചി എങ്ങനെയാ കണ്ണൻ ചേട്ടന്റെ അടുത്ത് പ്രഗ്നൻസി റിവീൽ ചെയ്ത് സർപ്രൈസ് എല്ലാം കൊടുത്തായിരുന്നു? ആ സംഭവം എക്സാക്ട്ലി എന്ന് വിവരിച്ചു. പക്ഷെ ആ സംഭവം നമ്മൾ ആക്ച്വലി നമ്മുടെ പ്രഗ്നൻസി റിവീൽ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അത് ചിലപ്പോ എല്ലാരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ഇട്ടേക്കാം. നിങ്ങള് അല്ലാത്തവര് ഷോർട്ട് സംഭവം ഞാനിപ്പോ പറഞ്ഞുതരാം. ലൈക്ക് അങ്ങനെ ഭയങ്കര ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ അറിയാൻ പാടില്ലാത്തൊരു അതെ അത് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആക്സിഡന്റൽ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റലും അല്ല, നമ്മള് എക്സ്പെക്ട് ചെയ്തായിരുന്നു. പക്ഷെ നമുക്ക് അറിയാലോ, നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. അടുത്ത മാസം പ്ലാൻ ചെയ്യണം സമയത്ത് അങ്ങ് ഹാപ്പൻ ആയി. ആൻഡ് ലൈക്ക് പി എൻ്റെ അടുത്ത് ഡേറ്റ് ആയപ്പോഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ റിവീൽ കിറ്റ് വായിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ നാളെ വായിക്കുമ്പോൾ പി ഇല്ല പറ്റത്തില്ല, എനിക്ക് നോക്കണം. അത് മാത്രമല്ല അതിന് മുമ്പ് നമ്മള് ടെസ്റ്റ് ചെയ്തൊക്കെ കാണിച്ചത്. അപ്പൊ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ളൊരു ഞാൻ പറഞ്ഞു ഇവളുടെ ഇത് പറഞ്ഞാൽ എന്നാ മേടിച്ചിരുന്നു. ഞാൻ വെറുതെ 2 മേടിച്ച് കൊടുത്തു. ഒരെണ്ണം മേടിച്ചു.
തലേ ദിവസം ഒരെണ്ണം മേടിച്ചോ രണ്ടെണ്ണം മേടിച്ചുകൊണ്ട് വന്നു. തലേ ദിവസം നൈറ്റ് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരെണ്ണം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ നെഗറ്റീവ്. എന്നിട്ടും എനിക്ക് ഉറങ്ങാൻ കിടന്നിട്ട് ഒരു സമാധാനമില്ല. ഉറങ്ങി കിടന്നു കഴിഞ്ഞപ്പോ ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ സ്വപ്നം കണ്ടു. അത് എന്റെ ഉള്ളിലുള്ള ആഗ്രഹമായിരിക്കാം ഞാൻ കണ്ടത്, അല്ലാണ്ട് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞതൊന്നുമില്ല. ഉള്ളിലുള്ള ആഗ്രഹം എനിക്ക് സ്വപ്നത്തിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഞാൻ വേഗം പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ലൈൻ വന്നു. പക്ഷെ വന്നത് പെയിൻ ലൈനായിരുന്നു. പക്ഷെ അത് കറക്റ്റ് വരണ്ട സ്ഥലത്തല്ല വന്നത്, അത് വേറെ വേറെ ആയിട്ടാണ് വന്നത്. സാധാരണ കാണിക്കേണ്ട പോയിന്റ് ആണ് അവിടെ അല്ല വന്നത്, വേറെ പോയിന്റിലാണ് വന്നത്. അപ്പൊ തന്നെ ഞാൻ എന്റെ ഗോപിക എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് വാവയൊക്കെ ഉള്ള, അപ്പൊ അവക്ക് ഞാനിത് ഫോട്ടോ എടുത്ത് അയച്ചോട്ട് പറഞ്ഞു ഡബിൾ ലൈൻ ആണ്, പക്ഷെ എന്നാൽ പോലും എന്നെയൊക്കെ കറക്റ്റ് അവിടെയാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ കിട്ടില്ല, കാരണം ഒരെണ്ണം തലേ ദിവസം രാത്രി വെറുതെ ഉപയോഗിച്ച് കളഞ്ഞതുകൊണ്ട്. കാരണം ഞാൻ അപ്പൊ തന്നെ ഉറക്കത്തിൽ വിളിച്ചിട്ട് അപ്പൊ എനിക്ക് അതിനു മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഇത് ഞാൻ കണ്ട ഉടനെ വീഡിയോ എടുക്കണം, കണ്ണനെ കാണിക്കുന്ന കണ്ണന്റെ റിയാക്ഷൻ എടുക്കണം എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം എന്റെ ഇടയ്ക്ക് കിളിപോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ണനെ ഒന്ന് വിളിച്ചിട്ട് കണ്ണാ വേഗം പോയിട്ട് കണ്ണോട്ട് മേടിച്ചോണ്ട് വരും, ഇങ്ങനെ കണ്ടു ഡബിൾ ലൈൻ ആയിരുന്നു, പക്ഷെ വേറെ വേറെ സ്ഥലത്തൊന്നും കാണിച്ചു. എന്നിട്ട് കണ്ണൻ അപ്പൊ കണ്ണന്റെ ടെൻഷൻ, കണ്ണ വിചാരിച്ച ഒന്നുമില്ല, തലേ ദിവസം നോക്കിയിട്ടില്ല. എനിക്ക് ആ ലൈൻ കുറച്ച് മാറിയിരിക്കുന്നപ്പോ ഡൗട്ട് ഉണ്ട്. ഞാൻ ഒരു ലോഡ് കിറ്റ് ആ മെഡിക്കൽ സ്റ്റോറിൽ അവര് കച്ചവടം തുടങ്ങിയിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ ഇതൊന്നും അറിഞ്ഞൂടാ. അല്ലാതെ നോക്കുമ്പോ കണ്ണൻ വെളുപ്പിന് തന്നെ എണീറ്റ് എങ്ങടോ വണ്ടി എടുത്ത് പോകുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് കിറ്റ് എടുത്ത് കൊണ്ടുവന്നു. നമ്മള് പിന്നെ നോക്കി കഴിഞ്ഞു 3-4 എണ്ണത്തിൽ നമ്മൾ ഒരുമിച്ച് നിരത്തി വെച്ചിട്ട് അങ്ങോട്ട് നോക്കി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാത്തിലും ഒരുമിച്ച് പോസിറ്റീവ്. അത് നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് എനിക്ക് കണ്ണനെ റിവീൽ ചെയ്യേണ്ട ആവശ്യം, വീഡിയോ എടുക്കേണ്ട ആവശ്യം. അതും ഈ ലൈൻ ഇങ്ങനെ വരുന്നത് ഞാൻ വീഡിയോ എടുത്ത് പിടിച്ചോണ്ടിരുന്നു. ഡബിൾ ലൈൻ വന്നത് ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് അത് കാണാൻ വേണ്ടിട്ട് ഞാൻ പോയി. അതുകൊണ്ട് ഇപ്പോഴും പി ആക്ച്വലി വ്ളോഗിങ്ങിലേക്ക് ഫുള്ളി എത്തിയിട്ടില്ല. അവർക്ക് എനിക്ക് നല്ല മൊമെന്റ്സ് എന്റെ കണ്ണിൽ വന്നു ഞാൻ അറിയാണ്ട് ക്യാമറ ഓഫ് ചെയ്തു. എനിക്കത് എന്റെ കണ്ണുകളുടെ എല്ലാം ക്യാമറയിൽ കൂടെ കാണുന്ന എനിക്ക് പക്ഷെ ഒരു ഗുഡ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഒരു നല്ല മൊമെന്റ് വന്നാൽ ഞാൻ പെട്ടെന്ന് അറിയാണ്ട് ഫോൺ മാറ്റിക്കളയും. ഞാനത് ആ മൊമെന്റിൽ ഞാനത് എൻജോയ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തില്ല എന്ന് പറയും. പക്ഷെ ഞാനത് ആ സ്പോട്ടിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അത് തന്നെ അന്നും പറ്റിപ്പോയത്. ആ സ്പോട്ടിൽ ഞാനത് എൻജോയ് ചെയ്തത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളത് പിന്നെ റീക്രിയേറ്റ് ചെയ്ത് ഒരു പ്രഗ്നൻസി റിവ്യൂ വീഡിയോ ഇട്ട്. അന്നൊന്നും നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തോണ്ടാണ് ചാനൽ തുടങ്ങിയതുണ്ടായിരുന്നുള്ളൂ. ഇത്രയും നല്ല ഞങ്ങൾക്ക് അന്നൊക്കെ ഒരു 1K 2K അത്രേ ഉള്ളൂ. ആ സമയത്ത് തുടങ്ങിയതാണ്. പക്ഷെ പെട്ടെന്ന് 1K 2K വന്നത് ആ വീഡിയോ എന്നാണ്, കാരണം അതാണ് ഫസ്റ്റ് വീഡിയോ നമ്മുടെ. അത് നമ്മൾ ഇവിടെ കാണിക്കാൻ നിങ്ങൾക്കൊന്ന് പോയി കാണാം. എല്ലാ വീഡിയോസും കാണാം കേട്ടോ. നിങ്ങൾ എല്ലാ വീഡിയോസും കാണാം. കണ്ടു നിങ്ങൾ ജെന്യൂൻ റിപ്ലൈസ് കമന്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടോ. ആൻഡ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന അടുത്തൊരു കോൺട്രവേഴ്സ്യൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൾഡ് ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പൊ കോൺടാക്ട് ഇല്ലേ, കാർത്തിക് സൂര്യ ഫ്രണ്ട്സിന്റെ ഇഷ്യൂ എന്താണ്, കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാൻ പറ്റുന്നത് കുറെ. എനിക്ക് എവിടെ നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻസ്. ഇതിനുള്ള ഉത്തരം ഫസ്റ്റ് ഓഫ് ഓൾഡ് ഫ്രണ്ട്സ്, ന്യൂ ഫ്രണ്ട്സ്, ഇടയ്ക്ക് വന്ന ഫ്രണ്ട്സ്, കയറി വന്ന ഫ്രണ്ട്സ്, എറണാകുളത്ത് വന്ന ഫ്രണ്ട്സ്, തിരുവനന്തപുരത്ത് ഫ്രണ്ട്സ്, കോഴിക്കോടുള്ള ഫ്രണ്ട്സ്, ഇന്ത്യയിലെ ഫ്രണ്ട്സ്, പുറത്തെ ഫ്രണ്ട്സ്, അങ്ങനെ ഒന്നുമില്ല. ഫ്രണ്ട്സ് കമന്റ്സ് അതാ. അതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കാം, നിങ്ങൾക്കുള്ളത് പോലെ തന്നെയാണ് എനിക്കും എല്ലാവർക്കും ഫ്രണ്ട്സ്. അത്രേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട്. അത് ഇന്ന് പരിചയപ്പെട്ട് 10 ദിവസം കഴിഞ്ഞ് നമ്മൾ നല്ല ക്ലോസ് ആവുന്ന വൈബുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ലാതെ അങ്ങനെ ഫ്രണ്ട്സ് എന്നേ ഉള്ളൂ. അല്ലാതെ 10 രീതിയിലുള്ള ഫ്രണ്ട്സ് ഇല്ല. പിന്നെ ഫ്രണ്ട്സ് ആകുമ്പോൾ ഇടയിൽ പല പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായെന്ന് വരാം. നിങ്ങളുടെ ലൈഫിലുള്ളത് പോലെ തന്നെ എല്ലാവരുടെ ലൈഫിലും. നിങ്ങളപ്പോൾ ചിന്തിക്കേണ്ടത്, ഒരു ഫ്രണ്ട്ഷിപ്പിനിടെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മേ ബി സം കാര്യങ്ങൾ ചിലപ്പോൾ ഇറ്റ് ടേക്സ് ടൈം, കുറച്ച് സമയം എടുത്തായിരിക്കും എല്ലാം സിങ്ക് ആയിട്ട് വരുന്നത്. എനിവേ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും നിങ്ങൾ ലൈക്ക് ആ ആൾക്കാർക്ക് അവരുടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അവർക്ക് ചോദിക്കാനുള്ള വോയിസ് അവർക്കുണ്ട്. കാരണം ഡെയിലി വ്ളോഗേഴ്സ് ആണ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ അവരുടെ എല്ലാം നിങ്ങൾ കണ്ടോണ്ടിരിക്കും. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഫുൾ റൈറ്റ്സ് ഉണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് അല്ല, അവർക്ക് അത് പറയാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കിയാൽ. ഇപ്പോ ഈ ഒരു വഴക്കിന്റെ എക്സാക്ട് റീസൺ എന്താന്ന് അല്ലെങ്കിൽ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട്
ഫ്രണ്ട്സിനുള്ള കാര്യമല്ലേ, അപ്പൊ അത് പബ്ലിക് ആക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും താല്പര്യത്തോടെ ഡിസ്ക്ലോസ് ആവാത്തായിരിക്കും. ജസ്റ്റ് ഗീവ് സം ടൈം. ചിലപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പൂർവാധിക ശക്തിയോടെ എല്ലാം സോർട്ട് ഔട്ട് ആയി തിരിച്ചു വരും. അപ്പൊ അതിന് നമ്മൾ ടൈം കൊടുക്കുക. അല്ല നമ്മൾ കീപ്പ് ഓൺ എന്താന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മുറിവിൽ കുത്തുന്ന കണക്കായി പോകും. സോ ജസ്റ്റ് ഗീവ് സം ടൈം, എല്ലാം സോർട്ട് ആവരുന്ന് വിശ്വസിക്കാം. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ 100 അടുത്ത് പോയിട്ട് ഈ ചോദ്യം ചോദിച്ച് ഓൾഡ് ഫ്രണ്ട്സ് എവിടെ മറ്റെവിടെയെന്ന് ചോദിക്കരുത്. ദർ ഇസ് സംതിങ് കോൾഡ് ഓൾഡ് ഫ്രണ്ട്സ് ഓർ ന്യൂ ഫ്രണ്ട്സ്. ജസ്റ്റ് ഫ്രണ്ട്സ്. നൻപന്ന നല്ലവണ്ണ കെട്ടവണ്ണ ഇല്ലേ, നൻപൻ ദാ അത്രയുള്ള. സോറി, നൻപന്ന നല്ലവൻ ദാ, അങ്ങനെയാണ് അല്ലേ. ശരിക്കും റീൽസ് അല്ലല്ലോ റിയൽ അല്ലേ നിങ്ങൾ ചെയ്യുന്നേ, ബട്ട് ക്യാരക്ടർ ഉൾട്ടല്ലേ. അതായത് ശരിക്കും നമ്മുടെ റിയൽ ലൈഫ് നടക്കുന്ന കാര്യമല്ലേ നമ്മൾ റീൽസ് ആയിട്ട് ചെയ്യുന്നത്, പക്ഷെ ക്യാരക്ടേഴ്സ് സ്വിച്ച് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്റെ അടുത്ത് ചോദിച്ചാൽ അല്ല, കറക്റ്റ് ആണ്. ആ സമയത്തല്ല, റീൽസ് തന്നെയാണ് റിയൽ. അല്ല ആണ് സത്യം പറഞ്ഞോളൂ. സത്യം ചുമ്മാ അങ്ങനെയല്ല. നമ്മൾ ആ സമയത്ത് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കോമഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മള് മോസ്റ്റ് ഓഫ് ദി ടൈംസ് നമ്മൾ റെഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നമ്മുടെ അടുത്ത് ചെയ്യുന്നു. അതിനകത്ത് ഇങ്ങനത്തെ ക്യാരക്ടർ അങ്ങനെയൊന്നും നോക്കാറില്ല. നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന സാധനം നമ്മൾ ചെയ്യാറ്. നിങ്ങൾ ചിരിക്കണം, ഒരാളെ ചിരിക്കണം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാരേജ് കഴിഞ്ഞ് ഇത്രയും ഇയേഴ്സ് ആയി, ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? മാരേജ് കഴിഞ്ഞിട്ട് ഇത്രയും അല്ല, ഒരു 1.5 വർഷം കഴിഞ്ഞു. എക്സ്പീരിയൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PB എന്ന് പറയും. പറഞ്ഞു നല്ല എക്സ്പീരിയൻസ് ആണെന്ന് നല്ലതാണ്. ഇല്ല, ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ആഫ്റ്റർ മാരേജ് ലൈഫാണ് എന്റെ ഇത്രയും തീരുമാനം ഞാൻ പേടിപ്പിച്ചു ഇഷ്ടം. അങ്ങനെയല്ല, നമ്മള് അറിയാം, കാരണം എല്ലാവർക്കും വരെ നമ്മുടെ ലവ് മാരേജ് ആണ്. അപ്പൊ നമ്മള് റിലേഷൻഷിപ്പ് ടൈമിലായിരുന്നു. എല്ലാരും പറയും ലൈക്ക് പ്രേമിച്ചോണ്ടിരുന്നപ്പോൾ സ്നേഹമൊന്നും കാണൂല കല്യാണം കഴിയുമ്പോൾ. പക്ഷെ നമ്മുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. നമ്മള് പ്രേമിച്ചിരുന്നപ്പോ ഇത്രയും ഹാപ്പി അല്ലായിരുന്നു, ഇത്രയും എന്താ പറയാ, ഇത്ര സ്നേഹം ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അല്ലെ. നമ്മൾ തമ്മിൽ ഇത്രയും ഒരു ബോണ്ടിങ്ങോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മുടെ ഇടയിൽ എവിടെയോ ഉണ്ടായിരുന്നു. ടൈമിംഗിന്റെ ഒരു ഗ്യാപ്പ്. എന്റെ പ്രൊഫഷനും അവളുടെ ടൈമിംഗ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു അവള് കാണുന്നില്ല. ഞാൻ ആക്ച്വലി ചിലപ്പോ എനിക്കൊരു എന്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 45 മിനിറ്റ്സ് ആയിരിക്കും. ചിലപ്പോ അവളുടെ ചിന്തയില് അവൻ പോയിട്ട് ഞാനൊരു ബിസിനസ് ആണ് റൺ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ടെൻഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്കത് സ്ട്രെസ് കൂടുമ്പോ ഞാൻ ചില സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യും ചെറിയ കാര്യങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കറന്റ്ലി എന്ന് പറഞ്ഞാൽ എനിക്ക് ബിസിനസ്സിലാണെങ്കിൽ പോലും, ബിസിനസ്സിലാണെങ്കിൽ ലൈഫിലാണെങ്കിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് കൂടെ. അപ്പൊ എനിക്ക് ബിസിനസ്സിലൊരു ടെൻഷൻ വരുമ്പോഴത്തേക്കും കണ്ണൻ അത് അങ്ങനെ എടുത്ത് അവന്റെ തലയിലേക്ക് വെച്ചിട്ട് നീ കുറച്ചു നേരം മിണ്ടാതെ പോയിരുന്നു, ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോ എനിക്ക് ആ ടെൻഷൻ എടുക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഞാൻ കുറച്ചുകൂടി കൂളാണ്, എനിക്ക് വേറെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മള് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ. അപ്പൊ കമ്പയറിംഗ് ടു അവർ ലവ് ടൈം, റിലേഷൻ ടൈം ആക്ച്വലി നല്ലതായിരുന്നു, അല്ലെന്നല്ല. പക്ഷെ അതിന്റെ ഒരു ടൈമില് ഈ സ്ട്രെസ്സും കാരണം നമ്മൾ ചിന്തിച്ചു റീതിങ്ക് ചെയ്യണമെന്ന് ചിന്തിച്ച ടൈമാണ്. എന്റെ ക്ലോസ് ഫ്രണ്ട്സിനായിട്ട് അറിയാം, ഇവൻ കാർത്തികാണെങ്കിലും മൃബലിനാണെങ്കിലും എല്ലാരും വിചാരിച്ചു നമ്മള് കല്യാണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ നമ്മളെക്കാട്ടിലും ടെൻഷൻ നമ്മളെ അടുത്തറിയണം ബാക്കിയുള്ളവർക്ക് ഇവര് കല്യാണം കഴിച്ചു. പക്ഷേ എല്ലാരും ഷോക്കായി. കല്യാണത്തിന് ശേഷം നമ്മളെ കാണുന്നവരാണ് ഇത് എന്തൊരു മാറ്റം എന്നുള്ളൊരു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കല്യാണത്തിന് ശേഷം ജെന്യുവനായിട്ട് പറയാണ്. സത്യം നല്ലൊരു ഭാര്യയാണ്, നല്ലൊരു ഭാര്യയാണ്, മോർ ദാൻ എ ഗേൾ ഫ്രണ്ട്. ആൻഡ് മോർ ഓവർ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ റിലേഷനുള്ള സമയത്തൊക്കെ ആയിരിക്കത്തില്ല ചിലപ്പോൾ കല്യാണം കഴിയുമ്പോൾ എൻ്റെ കാരണം നമ്മളെ ബെസ്റ്റ് കാണിച്ചിട്ട്, അതായത് നമ്മൾ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു പെൺകൊച്ചിനെ ഇംപ്രസ് ചെയ്യേണ്ട അവളുടെ റിലേഷൻ ആവുന്ന സമയത്ത് നമ്മളല്ലാത്തതായിട്ടുള്ള പല കാര്യങ്ങളും അവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് കാണിച്ചിട്ട് കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അന്നത്തത് ഫേക്ക് ആയിട്ട് മാറുകയും അപ്പോഴാണ് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഞാൻ നേരെ തിരിച്ചായിരുന്നു. ഞാൻ റിലേഷൻ ആയ സമയത്ത് ഞാൻ എന്റെ ഏറ്റവും മോശപ്പെട്ട ക്യാരക്ടേഴ്സ് ഒക്കെ, അതായത് മോശമായിരുന്നല്ല, ടൈം കൊടുക്കുന്നത് ഞാൻ ടൈം കൊടുക്കുന്നത് നമ്മുടെ ഏറ്റവും നെഗറ്റീവ് സൈഡ്സ് ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചോണ്ടിരുന്നത്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്കത് ഉള്ളിൽ പിടിച്ചോണ്ടിരിക്കുക. അതിനോട് എന്റെ മുഖത്ത് അത് നല്ലോണം റിഫ്ലക്ട് ചെയ്യും. കാരണം എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാവരോടും പെരുമാറുകയും ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ദേഷ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻസ് വരുന്നില്ല, ടെൻഷൻ വരുന്നില്ല, സങ്കടം ഇല്ല, ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെ ആവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ
പ്രേമിച്ചോണ്ടിരിക്കുന്നവര് ചിലപ്പോ സ്ട്രഗ്ലിംഗ് കണ്ടീഷനിൽ പോണവര് കല്യാണം കഴിച്ച ചിലപ്പോ റെഡി ആവുന്ന പറഞ്ഞ് ചാടിക്കറി ഓരോ പേഴ്സൺ മേരി ചെയ്യും. ഞാൻ ആക്ച്വലി ഒരു കല്യാണത്തിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഒരു ബെറ്റർ ഹ്യൂമൻ ആവാനായിട്ട് അല്ലെങ്കിൽ എന്റെ ഒരു ബെറ്റർ വേർഷൻ ആണ് എല്ലാരും കണ്ടിട്ടുള്ളത്. ഞാൻ ആക്ച്വലി ഇങ്ങനെ തന്നെയായിരുന്നു ആ ടൈമില്. കണ്ണന്റെ ക്യാരക്ടർ എനിക്ക് എക്സ്പെക്ടേഷൻ ഒത്ത് വരാതാകുമ്പോ ഞാൻ റിയാക്ട് ചെയ്യും. പക്ഷെ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷെ കാണാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയതല്ല. ഞാൻ ആക്ച്വലി ഇങ്ങനെയാണ്. ഇതാണ് ഞാൻ. അതായത് ഇതാണ് ഞാൻ. എന്നെ അതുകൊണ്ടാണ് എന്നെ പേഴ്സണലി എന്നെ ആക്ച്വലി ഒരു ജസ്റ്റ് ഒരു റീലിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ കാണുന്ന വെച്ചാൽ നിങ്ങൾ എന്നെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ചിന്ത മാറും. കാരണം ഞാൻ എല്ലാരും പെട്ടെന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് ചിലവർക്ക് ഫീൽ ചെയ്യാം. ലൈക്ക് പെട്ടെന്ന് കയറി ചെല്ലാം, പെട്ടെന്ന് വർത്താനം പറയും. എല്ലാരും പെട്ടെന്നൊരു ചിലപ്പോ അവന്റെ ഉള്ളിലോട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് എടുക്കണില്ല. ഇപ്പോൾ കാണുന്ന ആൾക്കാരെ പെട്ടെന്ന് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കും. പക്ഷെ ഞാൻ നേരെ തിരിച്ചാ. ഞാൻ ആരെ ഒരു കൊല്ലം കണ്ടാലും ഞാൻ ചിലപ്പോ അവരെ പിന്നെ കാണുമ്പോഴും ഞാൻ ചിലപ്പോ പരിചയമില്ലാത്ത പോലെയൊക്കെ നിൽക്കും. പക്ഷെ കണ്ണം ഭയങ്കരമായിട്ട് സംസാരിക്കും. എന്താ പറയാ, മതി ഇതിപ്പോ ടോപ്പിക് കിട്ടി കുറെ മതി. മാരേജ് കഴിഞ്ഞ് ഇത്ര അവസരം എക്സ്പീരിയൻസ് ആണ് ചോദിച്ചത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ആഫ്റ്റർ മാരേജ് ആണ് ഞങ്ങളുടെ ബെസ്റ്റ് വേർഷൻ വരുന്നത്. അണ്ണ ഞാൻ കുറുമശ്ശേരിയാണ് താമസം. നെടുവന്നൂർ വീട്ടിൽ വന്നാൽ അണ്ണനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എപ്പോഴാണോ ഞങ്ങളെ പുറത്തു വെച്ച് കാണുന്നത് അപ്പോൾ സംസാരിക്കാം. വീട്ടിൽ ഞങ്ങൾ എപ്പോൾ കാണുമെന്ന് ഉറപ്പില്ല. പക്ഷെ നിങ്ങൾ ഇതുവഴിയൊക്കെ വരുന്നുണ്ട്, ഞങ്ങളെ വീട് അറിയാവുന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് ഞങ്ങളെ കാണാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ വന്ന് സംസാരിക്കുക. ഈ സംസാരിച്ച് എന്താണെന്ന് തോന്നിയാലും മാറി നിൽക്കുക. നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യം. ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. എല്ലാരും വന്ന് സംസാരിക്കുമ്പോ ഒന്നെങ്കിൽ പ്രിയ സ്പോർട്സ് കണ്ണൻ ചേട്ടനെ കാണാൻ വരുന്നു, അല്ലെങ്കിൽ കാർത്തിക് ചേട്ടൻ്റെ കണ്ണൻ ചേട്ടനെ കണ്ടുവരുന്നു. അപ്പോഴും ആർക്കും ഞാൻ അത്ര ഫെമിലിയർ അല്ലായിരുന്നു. എന്നെ കാർത്തിക് ചേട്ടനെ കണ്ടിട്ടുണ്ട് PP. പക്ഷെ ഇപ്പൊ വരുമ്പോ കുറെ പേരൊക്കെ കാപ്പി കമ്പനി എന്ന് പറഞ്ഞിട്ട് PP എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ എനിക്കും ഇപ്പൊ എന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ വന്ന് സംസാരിക്കണം. പണ്ട് എനിക്ക് അത്ര ഉണ്ടായില്ല. ആരെങ്കിലും വരുമ്പോ ഞാൻ പയ്യെ പുറകിലോട്ട് വരും. കാരണം എന്നെ കാണാൻ വരുന്നവരല്ല, കണ്ണൻ ചേട്ടനെ കാണാൻ വരുന്നവരല്ല. കണ്ണൻ ചേട്ടന്റെ കൂടെ എന്നെ കാണുമ്പോ പക്ഷെ ഇപ്പൊ വരുന്ന കുറെ പേർക്ക് എന്നെയും കൂടി അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനിയും വന്ന് സംസാരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യാട്ടോ. നല്ല വീഡിയോസ് നിങ്ങൾ ചെയ്യാനുള്ള സജഷൻസോ ഐഡിയാസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് രേഖപ്പെടുത്താം. ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ബൈ.